ഹായ് ഓൾ, ദിസ് ഇസ് ഷോണി ഫ്രം കാറ്റോ ലേണിംഗ്. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 മിനിറ്റ്സ് ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ട്രഡീഷണൽ കൺസ്യൂമർ തിയറിയുടെ മേജർ ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. അതായത് അൺസർട്ടേണിറ്റി ഇല്ല, അവരുടെ ഔട്ട്കം എന്തായിരിക്കും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഒരു സർട്ടേണിറ്റി ആയിരുന്നു ഈ പറയുന്ന ട്രഡീഷണൽ കൺസ്യൂമർ തിയറിയുടെ മേജർ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ പോലെ തന്നെ നമുക്ക് എന്താണ് അൺസർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ലൈഫിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലോട്ടറി എടുക്കുന്നു. അപ്പൊ ലോട്ടറിയുടെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ലോട്ടറി അടിക്കാം, ലോട്ടറി അടിക്കാതിരിക്കാം. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ജയിക്കാതിരിക്കാം. അപ്പൊ ഒരു സർട്ടേൺ അല്ല, അതിന്റെ ഏതാണ് ഔട്ട്കം എന്ന് പറയുന്നത് സർട്ടേൺ അല്ല, അൺസർട്ടേൺ ആണ്. അപ്പം ഈ അൺസർട്ടേണിറ്റിയിലാണ് ഒരു അൺസർട്ടേൺ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് കർവ് തൊട്ട് അല്ലെങ്കിൽ കാർഡ് ന്യൂട്രലി അനാലിസിസ് തൊട്ട് ഇങ്ങോട്ട് മുഴുവൻ പഠിച്ചത് എന്താണ്, അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ് എല്ലായിടത്തും അവിടെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർട്ടേണിറ്റി ആയിട്ട് അല്ലെങ്കിൽ സർട്ടേൺ ആയിട്ടുള്ള ഔട്ട്കമ്മിനെ അല്ലെങ്കിൽ സർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ അൺസർട്ടേണിറ്റി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ അൺസർട്ടേണിറ്റി സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ച് എവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ദ ട്രഡീഷണൽ കൺസ്യൂമർ തിയറി, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇൻഡിവിജ്വൽ മേക്ക് ഡിസിഷൻ അണ്ടർ സർട്ടേണിറ്റി. This implies that consumer know the exact outcome of their choice and the level of utility they will derive from consuming goods. However, in reality, most of the economic decisions are made under uncertainty where outcome cannot be predicted with the certainty. The modern microeconomics theory therefore extend consumer analysis to the situation involving റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പം ഇങ്ങനെ ഒരു സർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലാതെ വരുമ്പം അവിടെ എന്താണ് ഒരു അൺസർട്ടേൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ റിസ്ക് എമേർജ് ചെയ്യുന്നു. അപ്പം ഈ അൺസർട്ടേണിറ്റിയിലും റിസ്കിലും എങ്ങനെയാണ് ആളുകൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ മോഡേൺ മൈക്രോ എക്കണോമിക്സ് തിയറിയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഏതൊക്കെ സോഴ്സസിലാണ് ഒരു കൺസ്യൂമറുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ പറയുന്ന അൺസർട്ടേണിറ്റി ഉണ്ടാകാന്നുള്ള 3 സോഴ്സസിന്റെ കാര്യം, അല്ലെ അൺസർട്ടേണിറ്റി ഉണ്ടാകാനുള്ള 3 സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് അൺസർട്ടേണിറ്റി ഇൻ ലോട്ടറീസ് ആൻഡ് ഗാംബ്ലിംഗ്. Some economic activity inherently involve probabilistic outcomes. Example,
include gambling, lottery, horse racing, and insurance decision. In these cases, individuals face different possible outcomes with associated probabilities. A consumer may gain or certain amount of money, increasing the utility, or suffer a loss, reducing the utility. അതായത് നമ്മുടെ ലൈഫിൽ ചില എക്കണോമിക് ആക്ടിവിറ്റീസിൽ അവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്യുക? പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നു, ലോട്ടറി അടിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലെ, അത് എടുക്കുന്ന ആളുകളുടെ ബേസ് ചെയ്തിട്ട് അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഒരു ഹോഴ്സ് റൈസിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതിൽ നമുക്ക് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ എന്താണ്, ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്. ഇൻഷുറൻസ് ഡിസിഷൻസ്, ഇൻഷുറൻസ് എടുക്കണോ വേണ്ടെന്നുള്ള ഡിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, പ്രോബബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ചില ആക്ടിവിറ്റീസിൽ അവിടെ എന്താണ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്, അസോസിയേറ്റഡ് വിത്ത് പ്രോബബിലിറ്റീസ് ആണ്. അപ്പൊ ഈ പ്രോബബിലിറ്റീസ് എന്താ, നമ്മളവിടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂട്ടിലിറ്റി ഇൻക്രീസ് ഉണ്ടാകുന്നു, ലോസ് ആയി കഴിഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി ഡിക്രീസ് ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ്, അൺസർട്ടൺ ആണ്. പ്രോബബിലിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിൽ അൺസർട്ടണിറ്റി എമർജ് ചെയ്യാം. Since the outcome is uncertain, individual must evaluate alternatives based on expected utility rather than certain utility. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രൊബബിലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്കംസ് വരുന്ന സിറ്റുവേഷൻസിൽ അവിടെ എന്താണ്, ഇവിടെ ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടുത്തെ എന്താണ്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ട്. അതെന്താ ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയും ആക്ച്വൽ യൂട്ടിലിറ്റിയും നമ്മളുടെ വ്യത്യാസം? നമുക്കറിയാം, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, നമ്മളൊരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടുമെന്ന് നമുക്ക് അറിയാന്നുള്ള ഒരു അസംഷൻ ആയിരുന്നു ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഒരു ആപ്പിൾ കഴിച്ചാൽ 10 യൂട്ടിലിറ്റി കിട്ടും, അത് എന്താണ്, അത് അങ്ങനെ, അതാണ് ആക്ച്വൽ യൂട്ടിലിറ്റി. പക്ഷെ ഇവിടെ നമുക്ക് എന്താ, ഇവിടുത്തെ പ്രൊബബിലിസ്റ്റിക് ഔട്ട്കം നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ഔട്ട്കം നമുക്ക് അറിയത്തില്ല. നമുക്ക് ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട്, ലോട്ടറി അടിച്ചില്ലെങ്കിൽ നമുക്ക് വരുന്ന എന്താണ്, ലോസിൽ ഒരു യൂട്ടിലിറ്റി ഡിക്രീസ് ഉണ്ട്. അപ്പം ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എന്തല്ല, ആക്ച്വൽ യൂട്ടിലിറ്റിനെ അല്ല. ദിസ് ടൈപ്പ് ഓഫ് അൺസർട്ടനിറ്റി ഫോം ദ ഫൗണ്ടേഷൻ ഫോർ ദ അനാലിസിസ് ഓഫ് റിസ്ക് പ്രിഫറൻസ് സച്ച് ആസ് റിസ്ക് അവേർഷൻ, റിസ്ക് ന്യൂട്രാലിറ്റി ആൻഡ് റിസ്ക് ലവിംഗ് ബിഹേവിയർ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഏതാണ് ഇങ്ങനത്തെയുള്ള ആക്ഷൻസിന് ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസ് ആണ് ഇവിടെ ഈ റിസ്ക് പ്രിഫറൻസിനെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പിന്നീട് പഠിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് എന്താ, അൺസർട്ടനിറ്റി കൺസ്യൂമർ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത്, അല്ലെങ്കിൽ കൺസ്യൂമറുടെ ലൈഫിൽ എങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാകുക എന്നുള്ളത്. ഫസ്റ്റ് എന്താ, ഇതുപോലെയുള്ള അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, ലോട്ടറീസ് ആൻഡ് ഗാംബിൾസ്, ഇവിടെ എന്താണ്, പ്രൊബബിലിസ്റ്റിക് ഔട്ട്കം ആണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത എന്താണ്, അൺസർട്ടനിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസറ്റ് ചോയ്സ്. അപ്പൊ നമ്മുടെ എക്കണോമിക് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അൺസർട്ടനിറ്റി ഉണ്ടാകുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റ്മെന്റിലും അല്ലെങ്കിൽ അസറ്റ് ചോയ്സിലും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നടത്തണോ വേണ്ടയോ? അപ്പൊ എന്താ അൺസർട്ടൺ, അതിന്റെ റിസൾട്ട് എന്താവും? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ലോസ് ഉണ്ടാകുമോ? ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്താ ആ ബിസിനസ് ലാഭകരമായിരിക്കുമോ അല്ലെങ്കിൽ നഷ്ടമായിരിക്കുമോ? അതും എന്താണ്, ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും എന്താണ് ഈ പറഞ്ഞ തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ വരുന്നു. ദ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഫൈനാൻഷ്യൽ അസറ്റ് ഓൾസോ ഫേസ് അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദ ഫ്യൂച്ചർ റിട്ടേൺ. The return from stock, bond and other asset depends upon uncertain future events such as changes in the price, interest rate and production cost and macroeconomic conditions. അപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് എന്തായാലും നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ ഈ പ്രോഫിറ്റിലെ വേരിയേഷൻ വരാനുള്ള മേജർ റീസൺസ് എന്താ, അതിന്റെ ഫ്യൂച്ചർ പ്രൈസസിൽ എങ്ങനെ ചേഞ്ച് വരും, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ ചേഞ്ച് വരും, പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും, മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും. ഈ ചേഞ്ചസ് എല്ലാം ഈ പറയുന്ന ആക്ഷനെ അല്ലെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺസിനെ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല അൺസർട്ടനിറ്റീസ് എവിടെ കാണാം, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ നമുക്ക് കാണാൻ പോകും. Because return cannot be known with certainty, individual construct portfolio of asset to manage risk and maximize expected return. The economic analysis of such behavior uses tools like portfolio theory, expected return, variance and risk ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ആക്ഷൻസിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ആക്ഷൻസിലെ അൺസർട്ടനിറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു, പോർട്ട്ഫോളിയോ തിയറീസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. എന്താ ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺസർട്ടൺ സിറ്റുവേഷനാണ്. ഒരു സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്തു, അത്
നല്ലതാവോ ചീത്തതാവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് തരുവോ ലോസ് ആവോ എന്നുള്ളത് എന്താണ് അൺസർട്ടൺ സിറ്റുവേഷനാണ്. അപ്പൊ അവിടെ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റു പല സ്റ്റോക്കുകളൂടെ ഇതിനോടൊപ്പം മേടിച്ചു വെക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഈ അൺസർട്ടനിറ്റിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുക. അപ്പൊ ഈ പോർട്ട്ഫോളിയോ തിയറീസും അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺസും വേരിയൻസും റിസ്ക് ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ എന്തിനു വേണ്ടിയുള്ളതാ? ഈ അൺസർട്ടനിറ്റീസിനെ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഒന്നാമത് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ചില ആക്ഷൻസ് ആണ്, ചില ലോട്ടറീസ്, ഗാംബ്ലിംഗ് പോലുള്ള ആക്ഷൻ. രണ്ടാമത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസറ്റ് ചോയ്സിലാണ്. ഇനി മൂന്നാമത് അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ അല്ലെ, നമ്മൾ അസിമെട്രിക് ഇൻഫർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാ. നമ്മൾ പിന്നീട് അടുത്ത പോർഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അസിമെട്രിക് ഇൻഫർമേഷൻ. ഈ അസിമെട്രിക് ഇൻഫർമേഷനിൽ എന്താ സംഭവിക്കുക? ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ഷൻസിൽ ഒരു പർട്ടിക്കുലർ ആളിന് അല്ലെങ്കിൽ ഒരു ഏജന്റിന് കൂടുതൽ ഇൻഫർമേഷൻ മറ്റേ ഏജന്റിന് കുറവ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? ഇവര് തമ്മിലുള്ള ഈ എക്കണോമിക് ട്രാൻസാക്ഷൻസ് എന്താ ഒപ്റ്റിമൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് ഒരു ട്രാൻസാക്ഷൻ ആകില്ല. ഒരാൾക്ക് എന്ത് ചെയ്യാം? പറ്റിക്കപ്പെടാം. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിലും അവിടെ അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് മാർക്കറ്റിന്റെ കാര്യം പറയുന്നത്, ഒരു കാർ മേടിക്കുന്ന കാര്യം അല്ലെ. അപ്പൊ ആ കാർ ബൈ ചെയ്യുന്ന ആൾക്കാണ് ഈ കാറിന്റെ ഡിഫക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. അത് ബൈ ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന ആൾക്കാണ് ഈ കാറിന്റെ ഡിഫക്റ്റിനെ പറ്റി കൂടുതൽ അറിയാവുന്നത്. ബൈ ചെയ്യുന്ന ആൾക്ക് കമ്പാരിറ്റീവ്ലി ഇതിന്റെ ഡിഫക്റ്റുകൾ കുറവേ അറിയാൻ പറ്റൂ. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാം അവിടെ എന്താണ്? ഈ അൺസർട്ടൺ. അപ്പം ഈ ബൈ ചെയ്യുന്ന ആളെ അപേക്ഷിച്ച് അൺസർട്ടൺ ആണ് ഇവിടുത്തെ ഔട്ട്കം. ഈ കാർ ഞാൻ മേടിച്ചത് കൊണ്ട് അത് നല്ല കാറായിരിക്കോ ചീത്ത കാറായിരിക്കോ എന്നുള്ളത്. അപ്പം സെല്ല് ചെയ്യുന്ന ആൾക്കാണ് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലും അൺസർട്ടണിറ്റീസ് റൈറ്റ് ചെയ്യാം. ഇങ്ങനെ 3 മേജർ സിറ്റുവേഷൻസിലാണ് അൺസർട്ടണിറ്റീസ് ഉണ്ടാകുക. ഒന്നെന്നാണ് അൺസർട്ടണിറ്റീസ് ഇൻ ലോട്ടറീസ് ആൻഡ് ഗാംബ്ലിംഗ്, ദെൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസറ്റ് ചോയ്സ്, ദെൻ അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഡ്യൂ ടു ഇൻപെർഫെക്റ്റ് ഇൻഫർമേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദ ഫോർമൽ അനാലിസിസ് ഓഫ് കൺസ്യൂമർ ചോയ്സ് under uncertainty is largely based on the expected utility theory developed by John von Neumann and Oscar Morgenstern, which provide a systematic way to evaluate risky alternative by comparing the expected utility. അപ്പം ഈ പറയുന്ന അൺസർട്ടേണിറ്റിയില് കൺസ്യൂമർ ചോയ്സ് അണ്ടർ അൺസർട്ടേണിറ്റീസിനെ ഒരു തിയററ്റിക്കൽ ബേസിലേക്ക് കൊണ്ടുവരാൻ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റും അതുപോലെ തന്നെ ഓസ്കാർ മോർഗൻസ്റ്റീൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, ഇവർ രണ്ടുപേരും ഡെവലപ്പ് ചെയ്ത ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം. അവിടെയാണ് നമ്മൾ ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ന്യൂമാൻ മോർഗൻസ്റ്റീൻ യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. അത് നമ്മൾ പുറകെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ടറി ആയിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ്? ഒന്ന് ഏതാണ്? ഒരു എക്കോണമിയിൽ എല്ലായ്പ്പോഴും സെർട്ടേൺ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാകണമെന്നില്ല, അൺസെർട്ടേണിറ്റി ഉണ്ടാകാം. സെർട്ടേൺ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനിലൂടെ എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് നോൺ ആണെങ്കിൽ അത് സെർട്ടേണിറ്റിയാണ്. പക്ഷെ എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് അൺസെർട്ടേൺ ആണ്, അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ പ്രോബബിലിറ്റീസ് അവിടെ ഉണ്ട് ഔട്ട്കമ്മിന്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് അൺസെർട്ടേൺ സിറ്റുവേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് എന്താ റിസ്ക് എന്നുള്ളത് കാണാം. റിസ്ക്കും അൺസെർട്ടേണിറ്റി. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് പോലും അൺസെർട്ടേണിറ്റിയെ കുറിച്ചാണ്. ഈ അൺസെർട്ടേണിറ്റി റിസ്ക്കും തമ്മിൽ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റിസ്ക് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ where the outcome of the decision is uncertain, but probabilities of different possible outcome are known and can be reasonably estimated. അപ്പൊ റിസ്കിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ ഔട്ട്കംസ് എന്ന് പറയുന്ന അൺസർട്ടേൺ, എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റീസിനെ നമുക്ക് അറിയാമെങ്കിൽ അതാണ് റിസ്ക് എന്ന് വിളിക്കുക. അവിടുത്തെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കുക. റിസ്ക് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ where the outcome of a decision is uncertain, but probabilities of the different possible outcomes are known and can be reasonably estimated. അപ്പം റിസ്ക്കും അൺസർട്ടേണിറ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇത് തന്നെയാണ്. അതായത് റിസ്കിൽ നമുക്ക് എന്താണ്? ഔട്ട്കം അൺസർട്ടേൺ ആണ്, പക്ഷെ ഈ ഔട്ട്കമ്മിന്റെ ഓരോ ഔട്ട്കം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡോ ടെയിലോ വീഴാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം ഏതാണ്? പകുതി ചാൻസ് ഹെഡ് വീഴാനും പകുതി ചാൻസ് ടെയിൽ വീഴാനുമാണ്. അവിടുത്തെ എന്താ? ഔട്ട്കം അൺസർട്ടൺ. ഹെഡ് വീഴോ ടെയിൽ വീഴോ എന്നുള്ളത് അൺസർട്ടൺ ആണ്. പക്ഷെ അതിന്റെ പ്രോബബിലിറ്റി കൃത്യമായിട്ട് നമുക്കറിയാം. 0.5 ആണ് അവിടുത്തെ
എന്താണ് ഹെഡ് വീഴാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെയിൽ വീഴാനുള്ള ചാൻസ് 0.5 ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിസ്ക് എന്ന് വിളിക്കുക. ഇൻ സച്ച് കേസസ് individuals are aware of the all possible outcome and can assign probabilities to the each of them. For example, when a coin is tossed, there are two possible outcomes, head or tail, each within a probability of 0.5. Similarly, when an individual invests in a company shares and company shares, the future returns are uncertain, but the investor can estimate probabilities ബേസ്ഡ് ഓൺ പാസ്റ്റ് മാർക്കറ്റ് ഡേറ്റ ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പം ഇവിടെ എന്താണ് റിസ്കിന്റെ കാര്യം പറയുന്നത്, എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റിലെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അൺസർട്ടേൺ ആണ്. പക്ഷേ നമുക്ക് ആ കമ്പനിയെ കുറിച്ചുള്ള ഫ്യൂച്ചർ ആ കമ്പനിയെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ കമ്പനി സക്സസ്ഫുൾ ആകാനുള്ള പോസിബിലിറ്റിയും അല്ലെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റിനെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ അനാലിസിസിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് ഡേറ്റ അനാലിസിസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഇവിടെയാണ് റിസ്കിന്റെ കോൺസെപ്റ്റ് വരിക. ഇനി ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസ്ക് ഈസ് വേരിയബിലിറ്റി ഓഫ് ഔട്ട്കം. The larger the variation in the possible returns, the greater the level of risk associated with that decision. In finance economics, this variability is often measured using variance and standard deviation of returns. അതായത് ഇവിടെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസ്കിന്റെ കാറ്റഗറീസ് എന്താ, ഔട്ട്കം വേരിയബിലിറ്റി ആണ്. എത്ര ഔട്ട്കം എന്താണ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേരിയബിലിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടുക എന്ന് തന്നെ അർത്ഥം. അപ്പൊ നമ്മൾ ഫൈനാൻഷ്യൽ എക്കണോമിക്സിൽ ഈ റിസ്കിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന മാർക്കറ്റ് റിട്ടേൺസിന്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെയാണ് നമ്മൾ കൂടുതലും റിസ്കിന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ റിസ്ക് മെഷർ ചെയ്യാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ടേം ആണ് വേരിയൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അതായത് വേരിയൻസ് കാണിക്കുന്നത് എന്താ, ഒരു മീൻ വാല്യൂ എന്നോ അതിന്റെ ഓരോ വാല്യൂസും എത്രമാത്രം അകന്നാണ് കിടക്കുക. അപ്പം ഒരു മീൻ റിട്ടേൺസിന് എത്രമാത്രം അകന്നാണ് ഓരോ ടൈമിലെ റിട്ടേൺസ് എങ്കിൽ അതെന്താണ്, അതിന്റെ വേരിയബിലിറ്റി കൂടുതലാണെന്നാ പറയുന്നത്. ഓരോ സമയത്തും കൂടുതൽ ഡിഫറൻസ് ആണെങ്കിൽ അതെന്താ വേരിയബിലിറ്റി കൂടുതലാണ്, അതിന്റെ അർത്ഥം എന്താ റിസ്ക് കൂടുതലാണെന്ന് തന്നെയാണ്. ഇനി അൺസർട്ടനിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്, ദ അൺസർട്ടനിറ്റി റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ where there are multiple possible outcomes but the probabilities of those outcomes are unknown and cannot be estimated. This can occur due to lack of historical data, rapidly changing economic condition, complex or unpredictable environment. അതായത് ഇവിടെ അൺസർട്ടനിറ്റിയുടെ പ്രശ്നം എന്താ, ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റീസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് അൺസർട്ടനിറ്റി. അപ്പൊ പ്രോബബിലിറ്റി റിസ്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഈ പ്രോബബിലിറ്റിയിലാണ്. റിസ്കിൽ എന്താണ്, ഔട്ട്കംസ് നമുക്ക് അൺസർട്ടേൺ ആണ്, പക്ഷെ ഈ ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റീസിനെ നോൺ ആണ്. അതുകൊണ്ടാണ് അതിനെ റിസ്ക് എന്ന് വിളിക്കുക. അൺസർട്ടനിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്, ഔട്ട്കം എന്താണ്, മൾട്ടിപ്പിൾ ഔട്ട്കംസ് ഉണ്ട് അല്ലെങ്കിൽ അൺസർട്ടേൺ ആണ് ഔട്ട്കംസ്, പക്ഷെ നമുക്ക് ഇവിടെ ഇതിന്റെ പ്രോബബിലിറ്റീസും എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രോബബിലിറ്റീസും അൺനോൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി വിളിക്കുക. അപ്പം ഈ അൺസർട്ടനിറ്റി ഈ പ്രോബബിലിറ്റീസ് അൺനോൺ ആകാനുള്ള റീസൺസ് എന്തൊക്കെയാ, മാർക്കറ്റ് ഡേറ്റ അവൈലബിൾ ആയിരിക്കത്തില്ല, അതുപോലെ എക്കണോമിക് കണ്ടീഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കോംപ്ലക്സ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അൺസർട്ടനിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദ എക്സ്ട്രീം കേസസ് ഡിസിഷൻ മേക്കിംഗ് മേ നോട്ട് ബി ഈവൻ നോ ഓൾ ദ പോസിബിൾ ഔട്ട്കംസ്. അപ്പം ഇവിടെ നമുക്ക് ഇതിന്റെ ഔട്ട്കംസ്, പോസിബിൾ ഔട്ട്കംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഓയിൽ എക്സ്പ്ലോറേഷൻ ആണ്. അതായത് ഒരു യൂഷ്വലി ഓയിൽ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഓയിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അത് സക്സസ്ഫുൾ ആകാനും ഫെയിലിയർ ആകാനും ഉള്ള ചാൻസസ് അവിടെ ഉണ്ട്. അതിന്റെ ഔട്ട്കം എന്താ, അത് കിട്ടാം, പക്ഷെ അത് എത്രമാത്രം പ്രോബബിലിറ്റി അവിടെ കിട്ടുമെന്നോ കിട്ടത്തില്ലെന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ അൺസർട്ടനിറ്റി എന്ന് വിളിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് പറയുന്നത് ഈ പ്രോബബിലിറ്റിയിലാണ്. റിസ്കിലും അൺസർട്ടനിറ്റിയിലും ഔട്ട്കം അൺസർട്ടേൺ ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, പ്രോബബിലിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രോബബിലിറ്റി നോൺ ആണെങ്കിൽ അതിനെ റിസ്ക് എന്നും, പ്രോബബിലിറ്റീസ് അൺനോൺ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ അൺസർട്ടനിറ്റി എന്നും വിളിക്കുന്നു. അപ്പം മേജർ ഡിഫറൻസുകളാണ് ഇവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്തത് ഫ്രാങ്ക് നൈറ്റ് എന്ന് പറയുന്ന എക്കണോമിക്സ്, ഫ്രാങ്ക് എച്ച് നൈറ്റ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഇതിന്റെ മേജർ ഡിഫറൻസ് റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ എന്താണ്, റിസ്കില് പ്രോബബിലിറ്റി ഓഫ് ഔട്ട്കം എന്താണ്, നോൺ ഓർ
എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അൺസർട്ടനിറ്റിയിൽ എന്താണ്, പ്രോബിലിറ്റീസ് ഓഫ് ഔട്ട്കം എന്താണ്, അൺനോൺ ആണ്, അതുപോലെ തന്നെ കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ആണ്. ദെൻ ഔട്ട്കം ആർ നോൺ ഇൻ റിസ്ക് ആൻഡ് ഔട്ട്കം മേ ഓർ മേ നോട്ട് ബി നോൺ ഇൻ ദി അൺസർട്ടനിറ്റി. ദെൻ കോയിൻ ടോസ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ എന്താണ്, റിസ്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ ഓയിൽ എക്സ്പ്ലോറേഷൻ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അൺസർട്ടനിറ്റി ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ മേജർ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക റിസ്ക്കും അൺസർട്ടനിറ്റിയും. റിസ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രോബിലിറ്റി ഓഫ് ഔട്ട്കം നോൺ ആൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അൺസർട്ടനിറ്റിയില് പ്രോബിലിറ്റി ഓഫ് ഔട്ട്കം എന്താണ്, അൺനോൺ ആണ്, കനോട്ട് എസ്റ്റിമേറ്റഡ് ആണ്. ഓക്കെ, although the distinction between risk and uncertainty is theoretically important, most economic model of decision making treat both under a common analytical framework. In the modern microeconomic theory, decisions under risk are typically analyzed using expected utility theory, which evaluate choices based on the expected value of utility across possible outcome. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിഫറൻസുകൾ രണ്ടും, റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിൽ ഡിഫറൻസസ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇനിഷ്യൽ പ്രോസസ്സിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒന്നായിട്ട് തന്നെയാണ് പരിഗണിക്കുക. പിന്നീടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് വരിക. അപ്പൊ കറന്റ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഈ റിസ്ക്കും അൺസർട്ടനിറ്റിന്റെയും ഒന്നായിട്ട് തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, എന്താണ് റിസ്ക്കും അൺസർട്ടനിറ്റിയും, അതുപോലെ തന്നെ ഈ അൺസർട്ടനിറ്റിയും റിസ്ക്കും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്, സെന്റ് പീറ്റർബർഗ്സ് പാരഡോക്സ് ആൻഡ് ബെർണോളി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു പാരഡോക്സ് ആണ് ആദ്യം നമ്മൾ കാണുക, അതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ബെർണോളിസ് ഹൈപ്പോത്തിസിസില്. സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ആൻഡ് ബെർണോളിസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് പറയുന്നത് ഒരു സിനോരിയാണ്. ഈ സിനോരിയ അല്ലെങ്കിൽ ഒരു പാരഡോക്സ് ആണ്. ഈ പാരഡോക്സ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് ഈ ബെർണോളിസ് ഹൈപ്പോത്തിസിസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു തിയറിയിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ആൻഡ് ബെർണോളി ഹൈപ്പോത്തിസിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്നുള്ളത് നോക്കാം. ദ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ട്രൈ ടു എക്സ്പ്ലെയിൻ why people often refuse to participate in fair gamble even when the mathematical expected value suggests they should accept it. A fair game is a gamble where the expected monetary value is zero, where the cost of playing equal the expected payoff. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് പലപ്പോഴും ആളുകള് ഒരു ഫെയർ ഗെയിം ഉണ്ടാകുമ്പോൾ പോലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ ഫെയർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗാംബ്ലിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും നഷ്ടപ്പെടാനുമുള്ള മണിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫെയർ ഗെയിം കളിക്കുന്നു, അതായത് ഞാനൊരു പർട്ടിക്കുലർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഗെയിം കളിക്കാൻ ഞാൻ കൊടുക്കേണ്ടത് 100 രൂപയാണ് അല്ലെങ്കിൽ 1000 രൂപയാണ്. ഈ 1000 രൂപ ഞാൻ കൊടുത്താൽ, ഞാൻ ജയിച്ചാൽ എനിക്ക് ഈ 1000 രൂപ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഈ 1000 രൂപ കൂടെ നമുക്ക് ഗെയിൻ ചെയ്യാം. പക്ഷെ ഞാൻ തോറ്റുപോയാൽ എനിക്ക് 1000 രൂപ നഷ്ടമാവും. അപ്പൊ ഇവിടെ ഇവിടെ രണ്ടും ഈക്വലാ. അതായത് എനിക്ക് കളിക്കാനുള്ള കോസ്റ്റും ഞാൻ എക്സ്പെക്റ്റഡ് തിരിച്ച് അല്ലെങ്കിൽ കളി തോറ്റു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നതും കളി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ടും 1000 ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫെയർ ഗെയിം എന്ന് വിളിക്കുക. ഒന്നുകൂടെ ഞാൻ എക്സാമ്പിൾ പറയാം.
അതായത് ഒരു ഫെയർ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് റിട്ടേൺ കിട്ടാൻ പോകുന്നതും സെയിം എമൗണ്ട് ആണ്. എനിക്ക് അവിടെ നഷ്ടം സംഭവിച്ചാൽ നഷ്ടമാകാൻ പോകുന്നത് സെയിം എമൗണ്ട് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു ഫെയർ ഗെയിം. ഇതിന്റെ അർത്ഥം എന്തുവാ? രണ്ടും സെയിം ആണ്. അപ്പം അവിടുത്തെ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഗാംബ്ലിംഗ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയാൽ 1000 പോയാൽ 1000. അപ്പൊ എന്താ, രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് ഫെയർ ഗെയിം എന്ന് വിളിക്കുക. ഇനി നമ്മൾ ലോട്ടറി എടുക്കുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോട്ടറി എടുക്കുന്ന കാര്യം, നമ്മൾ ഒരു 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി എടുക്കുന്നു. അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടുന്നു? ലക്ഷങ്ങൾ കിട്ടുന്നു. പോയാൽ എന്റെ എത്രയേ വരുന്നുള്ളൂ? 50 രൂപയെ പോകുന്നുള്ളൂ. ഇതെന്താണ്? ഇത് യൂഷ്വലി നമ്മുടെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭമാണ്. പോയാൽ 50 രൂപയെ പോകത്തുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ഫെയർ ഗെയിം നമ്മൾ വിളിക്കത്തില്ല. ഇതെന്താണ്? ഫേവറബിൾ ഗെയിം ആണ്. ഫെയർ ഗെയിം അല്ല, ഫേവറബിൾ. അതായത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പോയാൽ കുറച്ച് പൈസയെ പോകുന്നുള്ളൂ, പക്ഷെ കിട്ടിയാൽ ഒരുപാട് പൈസ കിട്ടും. നേരെ തിരിച്ച് വേറൊരു ഗെയിമിന്റെ സിറ്റുവേഷൻ, അതായത് ഞാൻ 1000 രൂപ കൊടുത്തു, ജയിച്ചാൽ എനിക്ക് 1000 കിട്ടത്തില്ല, 500 കിട്ടത്തുള്ളൂ. തോറ്റ 1000 കൊടുക്കണം. അത് ഫെയർ ഗെയിം ആണോ? അല്ല, അത് ഫെയർ ഗെയിം അല്ല. അപ്പൊ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിൽ പറയുന്നത് ഇതുപോലെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ 0 ആകുന്ന സിറ്റുവേഷൻ, അതായത് കിട്ടിയാൽ 1000 പോയാലും 1000, ഇത് രണ്ടും ഈക്വൽ ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇവിടെ എന്തിനെ പറയുന്നത്? ഈ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതായത് നഷ്ടമാവുന്നതും സെയിം എമൗണ്ട്, കിട്ടാൻ പോകുന്നതും സെയിം എമൗണ്ട്. അങ്ങനെയുള്ള ഗെയിംസിനെയാണ് ഫെയർ ഗെയിംസ്. ഇങ്ങനെയുള്ള ഒരു ഫെയർ ഗെയിം വന്നാലും ആളുകൾ ഇങ്ങനെയുള്ള ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ഫെയർ ഗെയിമോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറയുന്ന ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ പോലെ പോയാൽ കുറച്ച് പൈസയെ പോകുന്നുള്ളൂ, കിട്ടിയാൽ കൂടുതൽ പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അതെന്താ? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് വേണമെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫെയർ ഗെയിം വന്നാൽ ആ സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യാം? നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് എന്റെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ 0 ആകുന്ന സിറ്റുവേഷൻ വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒന്നെങ്കിൽ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ പോസിറ്റീവ് ആകണം, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ 0 ആകണം. ഈ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നല്ലതാണെന്നാണ് എവിടെ പറയുന്നത്? മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻസ് യൂഷ്വലി പറയാം. അപ്പൊ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിൽ പറയുന്നത് എന്താ? ഒരു ഫെയർ ഗെയിം വന്നാലും, അതായത് ഈ ഫെയർ ഗെയിമില് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ 0 ആണ്, പോയാലും സെയിം എമൗണ്ട്, കിട്ടിയാലും സെയിം ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് വിളിക്കുക. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് tries to explain why people often refuse to participate in fair gamble even when mathematical expected value suggests they should accept it. The fair game is a gamble where expected monetary value is 0. For example, suppose a person offered a gamble where there is a 50% chance of winning 1000 rupees. There is also a 50% chance to losing 1000 rupees. അപ്പം ഇവിടെ ഏതാണ്? 50% 1000 രൂപ ഗെയിൻ ചെയ്യാനും 50% ചാൻസ് 1000 രൂപ പോകാനുമാണ്. അങ്ങനത്തെ ഒരു ഗെയിം ഒരാൾക്ക് കൊടുക്കുവാണ്. അപ്പം എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 0.5 ആണ് അവിടെ പ്രോബബിലിറ്റി 1000 രൂപ ഗെയിൻ ചെയ്യാൻ. 0.5 ആണ് അവിടുത്തെ 1000 രൂപ ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ഇവന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് എന്താ? 0യാ. രണ്ടിന്റെയും ചാൻസ് ബേസ് ചെയ്തിട്ടുള്ള. സിൻസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് 0, ഗെയിം ഈസ് കൺസിഡേർഡ് ഫെയർ. അപ്പം ഇവിടെ എന്താണ്? ഫെയർ ഗെയിം ആണ്. രണ്ടാളുകൾക്കും ഫെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം 0 ആണ്. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. However, in reality, most of the people refuse to play such game. അപ്പം ഈവൻ ഇങ്ങനത്തെ ഒരു ഫെയർ ഗെയിം വന്നാൽ പോലും ആക്ച്വലി ആളുകൾ എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. നേരെ തിരിച്ച് ഇത് 0 അല്ല, ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താ? ഒരാൾക്ക്, അതായത് ആ ബെറ്റ് ചെയ്യുന്ന ആൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പക്ഷെ ഇതിന് നേരെ കുറവാണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ എന്താ? ബെറ്റ് ചെയ്യുന്ന ആൾക്ക് അത് ഫേവറബിൾ കണ്ടീഷൻ അല്ല. അപ്പം ഈവൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും, ഒരു ഫെയർ ഗെയിം വന്നാലും ആളുകൾ എന്ത് ചെയ്യത്തില്ല? അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ആര് തരുന്നത്? ബെർണോളീസ് ഹൈപ്പോത്തിസിസിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ റീസൺ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഈ ബെർണോളീസ് ഹൈപ്പോത്തിസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം.
The economist Daniel Bernoulli explained this paradox using the concept of expected utility. അപ്പൊ ഇവിടെയാണ് ബെർണോളി എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. He argued that individual do not evaluate decisions based on expected money but rather than expected utility derived from money. അതായത് ഒരു സിറ്റുവേഷൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയല്ല, അവർക്ക് കിട്ടാൻ പോകുന്ന പൈസേനെ ബേസ് ചെയ്തിട്ടല്ല, ആ പൈസയുടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1000 രൂപ എനിക്ക് ജയിച്ചാൽ 1000 രൂപ കിട്ടും, ആ എക്സ്പെക്റ്റഡ് മണി അല്ല അവിടെ പ്രാധാന്യം. ഈ 1000 രൂപയുടെ എന്താണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയാണ് അവിടുത്തെ പ്രാധാന്യം, അല്ലാതെ എന്തല്ല ആ എമൗണ്ട് അല്ല അവിടുത്തെ പ്രാധാന്യം. അതാണ് പറഞ്ഞത്. ഹി ആർഗ്യൂ ദാറ്റ് individual do not evaluate decisions based on expected money but rather than expected utility derived from money. അതായത് അയാൾക്ക് കിട്ടാൻ പോകുന്ന 1000 രൂപയല്ല അവിടുത്തെ പ്രാധാന്യം, ആ 1000 രൂപ കൊണ്ടുള്ള യൂട്ടിലിറ്റി ആണ് അവിടുത്തെ പ്രാധാന്യം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആളുകള് ഇങ്ങനെയുള്ള എന്താണ് ഡിസിഷൻ മേക്കിങ്സിൽ അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടാൻ പോകുന്ന അബ്സല്യൂട്ട് എമൗണ്ടിനെ അല്ല, ആ എമൗണ്ടിന്റെ എന്താണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിനെയാണ്. The diminishing marginal utility of money. The Bernoulli suggests that marginal utility of money declines as income increases. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബെർണോളി തിയറിയുടെ അല്ലെങ്കിൽ ബെർണോളി ഹൈപ്പോത്തിസിനെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. ഒരാളിന് ഇൻകം കൂടുന്നതനുസരിച്ച് അവരുടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ കൂടുതൽ പണക്കാരാകുന്നതനുസരിച്ച് നമുക്ക് ആ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ കണ്ടത് ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുന്നില്ല, മാർജിനും മറ്റു പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡക്റ്റുകളുടെ കേസ് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ കമ്മോഡിറ്റീസിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു, ഈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി എന്താണ് അഡീഷണൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് ഡിമിനിഷ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പക്ഷെ അവിടെ നമ്മൾ അസ്യൂം ചെയ്തത് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്താണ് കോൺസ്റ്റന്റ് ആണെന്നായിരുന്നു ഈ യൂട്ടിലിറ്റി അനാലിസിസിന്റെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്ന പോലെ തന്നെ മണി നിങ്ങളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് അഡീഷണൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മാർജിൻ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിമിനിഷ് ചെയ്യുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്, ബെർണോളി ഹൈപ്പോത്തിസിസിൽ നമ്മൾ കാണുക. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ ഒരു ഫെയർ ഗെയിം ചൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഇവിടെ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന 1000 രൂപയുടെ മാർജിൻ യൂട്ടിലിറ്റിനേക്കാളും അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാകാൻ പോകുന്ന മാർജിൻ യൂട്ടിലിറ്റിയാണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഈ പറയുന്ന ബെർണോളിയുടെ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് ഇൻകം കൂടുന്നതനുസരിച്ച് ആളുകളുടെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു. ദിസ് മീൻസ് the utility gain from winning 1000 rupees is smaller than utility loss from losing 1000 rupees. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ആളുകൾ ഫെയർ ഗെയിം ചൂസ് ചെയ്യാത്തത്, അവർക്ക് 1000 രൂപ ഈ ഗെയിം വിൻ ചെയ്ത് 1000 രൂപ കിട്ടുന്നതിനേക്കാളും അവർ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതെങ്ങാനും തോറ്റുപോയാൽ അവർക്ക് നഷ്ടമാകാൻ പോകുന്ന 1000 രൂപയുടെ ആ മാർജിൻ യൂട്ടിലിറ്റിനെയാണ്. Therefore, even though monetary expected value is zero, the expected utility become negative, leading individuals to avoid the gamble. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഫെയർ ഗെയിം ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, അതായത് ആ ഫെയർ ഗെയിമിലൂടെ അവര് 1000 രൂപ വിൻ ചെയ്ത് ഗെയിൻ ചെയ്യുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു 1000 രൂപ ലോസ് ആയിട്ട് അവർക്ക് നഷ്ടമാകാൻ പോകുന്ന ഈ പറയുന്ന യൂട്ടിലിറ്റി. The people refuse fair gamble because they care about utility, not just money. അപ്പൊ 1000 രൂപ എന്നുള്ളതല്ല, 1000 രൂപയുടെ യൂട്ടിലിറ്റിനെ അവർ കെയർ ചെയ്യാം. Losers hurt more than equal gains provide satisfaction due to diminishing marginal utility of money. This idea become the foundation for expected utility theory, which explain decision making under risk in modern microeconomics. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിൽ എന്തുകൊണ്ടാണ് ഫെയർ ഗാംബ്ലിംഗ് ആളുകൾ ചൂസ് ചെയ്യാത്തത്, അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ആ ഗാംബ്ലിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്ത് അവർക്ക് കിട്ടാൻ പോകുന്ന മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മണിയുടെ
മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു അവർക്ക് നഷ്ടമാകാൻ പോകുന്ന മണിയുടെ യൂട്ടിലിറ്റിയോട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫെയർ ഗെയിമിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. അപ്പൊ ബെർണോളിയുടെ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ടു എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ അവോയ്ഡ് ഫെയർ ഗാമ്പിൾ, Daniel Bernoulli used a graphical explanation based on diminishing margin utility of money. Assume an individual currently has 20,000 rupees and is offered a gamble with 50-50 probability. If he wins, his income become 21,000 rupees. If he loses, his income become 19,000 rupees. അതായത് ഇവിടെ ഒരു സിറ്റുവേഷൻ പറയാനുള്ള ഒരു എക്സാമ്പിൾ, ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുവാണ്. ആ ജോലി അനുസരിച്ച് അയാള് 21,000 രൂപ അയാൾക്ക് എന്ത് കിട്ടും, ആ ഗാമ്പിളിൽ അല്ലെങ്കിൽ ആ ഗാമ്പിളിൽ ജയിച്ചു കഴിഞ്ഞാൽ 21,000 രൂപ കിട്ടും. കറന്റ് അയാളുടെ പൈസ എത്രയാണ്? 20,000 രൂപയാണ് ഇൻകം. 20,000 രൂപയാണ് കറന്റ് അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റ്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഒരു സെയിൽസ്മാൻ, അയാളുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. ഇനി അയാൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സാലറി എന്താവും? 21,000 രൂപയായിട്ട് മാറും. ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അയാളുടെ സാലറി എന്തായിട്ട് മാറും? 19,000 rupees ആയിട്ട് കുറയുകയും ചെയ്യും. Although the monetary gain and loss equal to the utility change is not equal. അതായത് ഇവിടെ നോക്കാം, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിലെ ആവറേജ് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 തന്നെയാണ്. അപ്പം ഈ 21,000 രൂപ അയാൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ 21,000 രൂപയും ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ 19,000 രൂപയാണ്. The monetary gain and loss are equal to 1,000. The utility change is not equal. അപ്പൊ ഇവിടെ മോണിറ്ററി വാല്യൂ നിങ്ങൾ എടുത്തു നോക്കിയാൽ 100 രൂപ നഷ്ടമായ 1,000 രൂപ നഷ്ടമാവും. ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1,000 രൂപ ഗെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫെയർ ഗെയിം ആണ് ഇവിടെ, ഫെയർ ഗെയിം ആണ് സംഭവിച്ചിരിക്കുന്നത്. ദെൻ അപ്പം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഗ്രാഫ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഇവിടെ എന്താണ് ഒരു ഗാംബ്ലിങ്ങിന്റെ സിറ്റുവേഷൻ ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് അയാൾക്ക് എത്രയുണ്ട്? 20,000 രൂപയുണ്ട്. അയാളോട് പറയുവാണ്, നിങ്ങൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി 21,000 രൂപയാവും. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ സാലറി എത്രയാവും? 19,000 രൂപയാണ്. അപ്പം ഇയാൾക്ക് രണ്ട് രീതി ചൂസ് ചെയ്യാം. ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാലറി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ 20,000 രൂപയുള്ള 20,000 രൂപയുള്ള ഒരു ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാലറി ചൂസ് ചെയ്യാം. അപ്പം ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ അയാളോട് പറയുന്നതാണ്, ഒന്നെങ്കിൽ 20,000 രൂപ എല്ലാ മാസവും, അതല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 21,000 രൂപ, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ 19,000 രൂപ. അപ്പൊ ഇത് ഏത് വേണം ചൂസ് ചെയ്യാൻ? ഏത്? ഈ ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഈ പറയുന്ന ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാലറി വേണോ, അതോ നോർമൽ 20,000 rupees സാലറി വേണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടുത്തെ മോണിറ്ററി ഗെയിൻ ആൻഡ് ലോസ് എത്രയാണ്? 1,000 രൂപയാണ് ഡിഫറൻസ് പറയുന്നത്. അപ്പൊ 1,000 രൂപയുടെയാണ് അവിടുത്തെ മോണിറ്ററി ഗെയിൻ ആൻഡ് ലോസ് വരുന്നത്. പക്ഷെ യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി ബേസ്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഡിഫറെന്റ് ആണ്. അത് കാണിക്കാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ റുപ്പീസിനെയാണ് ഇവിടെ എക്സ് ആക്സിസ് കാണിച്ചിരിക്കുന്നത്, വൈ ആക്സിസ് കാണിച്ചിരിക്കുന്ന മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണീനെയാണ്. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണിയാണ്. ഇവിടെ എന്തല്ല, മണി അല്ല, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണിയാണ്. ഇത് 17,000, 18,000, 19,000, 20,000, 21,000, 22,000, 23,000. ഈ മാർജിൻ യൂട്ടിലിറ്റി, അതായത് ശമ്പളം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സാലറി കൂടുന്നതനുസരിച്ച് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിമിനിഷ് ചെയ്യാന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇനിഷ്യലി അയാൾക്ക് എന്തായിരുന്നു? 20,000 രൂപയാണ് അയാളുടെ സാലറി, അല്ലെങ്കിൽ അയാളുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇയാള് ഈ ഗാംബ്ലിംഗ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ സാലറി 21,000 രൂപയായിട്ട് മാറും. ഇനി ഗാംബ്ലിംഗിൽ ലോസ് ആയി കഴിഞ്ഞാൽ അയാളുടെ 19,000 രൂപയായിട്ട് അയാളുടെ സാലറി കുറയുമെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് 20-ന്ന് 21,000, അതായത് 1,000 രൂപ ഗെയിൻ. ഇനി ലോസ് എന്ന് പറയുന്നത് എന്താ? 20-ന്ന് 19 ആയിട്ട് കുറയുന്നു, അതോ 1,000 രൂപയാണ് അയാളുടെ ലോസ്. അപ്പൊ ഇതെന്താണ്? ഒരു ഫെയർ ഗെയിം ആണ്. പക്ഷെ ഈ ഫെയർ ഗെയിമിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫെയർ ഗെയിമിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് അനുസരിച്ച് ഇയാൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ആ ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഇയാൾ എന്തേ ചെയ്യത്തുള്ളൂ? 20,000 രൂപ ആവറേജ് സാലറിയിൽ തന്നെ ജോലി ചെയ്യും. അയാൾ അതാണ് ചൂസ് ചെയ്യുക. അതിനുള്ള റീസൺ പറയുന്നത്, ഈ മണിയുടെ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡിമിനിഷിങ് ആണ്. അതിനർത്ഥം 20,000-ന്ന് 21,000 രൂപയിലേക്ക് ഇയാൾ മാറുമ്പം ഇയാളുടെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കുറയുവാണ്. 20-ന്ന് 21,000 അഡീഷണൽ 1,000 രൂപയും കൂടെ കിട്ടുമ്പം അയാളുടെ മാർജിൻ യൂട്ടിലിറ്റി കുറയുവാണ്. ഇനി പക്ഷെ 19,000-ന്ന് 20,000-ലേക്ക് നോക്കി കഴിയുമ്പോഴും കുറയുവാണ്. പക്ഷെ ഏതാണ് ഈ 19, 20 എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് മാർജിൻ യൂട്ടിലിറ്റി ഹൈ ആയിട്ടുള്ളത്? 19,000 രൂപയിലാണ്. അപ്പം ഇവിടെ ഇയാൾക്ക് 20,000-ന്ന് 19,000 ആയിട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമാണ്, യൂട്ടിലിറ്റിയിലുള്ള നഷ്ടമാണ്
അയാള് ഈ 20,000 21,000 ആയിട്ട് അയാൾക്ക് 1000 രൂപ കൂടുമ്പോ കിട്ടുന്ന ആ ഒരു ഗെയിനേക്കാളും അയാള് വെയിറ്റ് അല്ലെങ്കിൽ അയാള് പ്രാധാന്യം കൊടുക്കുന്നത്. അയാള് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? 21,000 വരുമ്പോൾ കുറവാണ്, പക്ഷെ 19,000 വരുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി കൂടുതലാണ്. അതുകൊണ്ട് ബിക്കോസ് ദ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻ ആസ് ഇൻകം ഇൻക്രീസസ്, ദ യൂട്ടിലിറ്റി ഗെയിൻ ഫ്രം 1,000 rupees when income rise from 20,000 to 21,000 is relatively small. In the diagram, it gain is represented by the triangle CDFE. അതായത് ഈ കാണിച്ചിരിക്കുന്ന CDFE എന്ന് പറയുന്ന ഈ ട്രയാങ്കിളുടെ ഗെയിൻ എന്ന് പറയുന്നത് ഇയാൾക്കുണ്ടാകുന്ന ലോസ് വരുമ്പോൾ സംഭവിക്കുന്ന CDBA എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇത് കുറവാണ്, ഇത് കൂടുതലാണ്. അതായത് ലോസ് ആണ് ഗെയിനേക്കാളും കൂടുതലായിട്ട് ഇയാൾ കൺസിഡർ ചെയ്യുന്നത്. അതാ ഇവിടെ പറയുന്നത് ദ യൂട്ടിലിറ്റി ഗെയിൻ ഫ്രം 1,000 rupees when income rises from 20,000 to 21,000 is relatively small. The utility loss from income fall from 20,000 to 90,000 is relatively large. This loss is represented by the triangle ABDC. ABDC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളാണ് ലോസ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനർത്ഥം എന്തോ? Although the monetary gain and loss are equal, utility gain from winning is smaller, utility loss from losing is larger. അപ്പം അവിടെ യൂട്ടിലിറ്റി ഗെയിൻ ചെയ്യുന്നതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന എന്താണ്? 1000 രൂപ നഷ്ടമാകുന്ന യൂട്ടിലിറ്റി ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ടഡ് ഗെയിൻ ഇൻ യൂട്ടിലിറ്റി ഈസ് ലെസ് ദാൻ expected loss in utility. Even though the gamble is fair in the money terms, it is unfavorable in the utility terms. Therefore, the rational individual refuse the gamble. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്താണ്? റാഷണൽ ഇൻഡിവിജ്വൽസ് ഗെയിംസിനെ എന്ത് ചെയ്യത്തില്ല, ഗാംബിളിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1000 രൂപ കിട്ടുന്നതോ 1000 രൂപ നഷ്ടമാകുന്നോ അതിലല്ല പ്രാധാന്യം. ഈ അഡീഷണൽ 1000 രൂപ കിട്ടുന്നതിലുള്ള മാർജിൻ യൂട്ടിലിറ്റിയും 1000 രൂപ പോകുന്നതിലുള്ള മാർജിൻ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടുത്തെ മാറ്റർ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരു ഗാംബ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 1000 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാർജിൻ യൂട്ടിലിറ്റിയും 1000 രൂപ നഷ്ടമാകുന്ന മാർജിൻ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു അഡീഷണൽ 1000 രൂപ, അതായത് മണി അഡീഷണൽ ആയിട്ട് ഇൻകം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മണി അഡീഷണൽ ആയിട്ട് 1000 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാർജിൻ യൂട്ടിലിറ്റിനേക്കാളും കൂടുതലാണ് 1000 രൂപ നഷ്ടമാകുമ്പം അവിടെ അയാൾക്ക് നഷ്ടമാകുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ എക്സ്പെക്റ്റഡ് ലോസ് ഇൻ യൂട്ടിലിറ്റി ആണ് എക്സ്പെക്റ്റഡ് ഗെയിൻ ഇൻ യൂട്ടിലിറ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യമായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ആളുകൾ ഈ പറയുന്ന ഫെയർ, ഈവൻ ദോ ഇത് ഫെയർ ഗെയിം ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഫേവറബിൾ ബെറ്റ്? ഇവൻ ഫെയർ ഗെയിമിന്റെ കാര്യം പറഞ്ഞു. ഏതാണ്? ഈവൻ കുറച്ചുകൂടെ ഒരു വിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡീഷണൽ മണി കിട്ടുന്നു. അതായത് 1000 രൂപയല്ല, വിൻ ചെയ്ത് കഴിഞ്ഞാൽ 1500, ലോസ് ആയി കഴിഞ്ഞാൽ 1000 രൂപയുള്ളെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ മണി ടേംസിൽ കുറച്ചുകൂടെ നല്ലത്. മറ്റിടത്ത് പോയാലും 1000, കിട്ടിയാലും 1000. ഇവിടെ കിട്ടിയാൽ 1500, പോയാൽ 1000 പോകത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ ഫേവറബിൾ ഗെയിമാണ്. ഈവൻ ഫേവറബിൾ ഗെയിം ആണെങ്കിൽ പോലും ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ബെർണോളി പറയുന്നത്. സംടൈംസ് ഇൻഡിവിജ്വൽ മേ റിഫ്യൂസ് എ ഗാംബിൾ even when the monetary odds are favorable. Example, win gain 1,000 rupees and lose 1,000 rupees. Even though the potential gain is larger, the person may still reject the gamble because the marginal utility of money declined rapidly as income increases. The marginal utility loss from losing 1,000 rupees may still be greater than the utility gain from winning a 1,500 rupees. Thus, the expected utility of gambling become negative, leading to a risk-averse behavior. അതായത് ഇവിടെ നമ്മൾ ഈ പറയുന്നത് എന്താണ്? ചില സമയത്ത് ഫേവറബിൾ, അതായത് ഈ പറയുന്ന ഏതാണ് പൊട്ടൻഷ്യൽ ഗെയിൻ ലാർജർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇവര് ഈ പറയുന്ന ഗാംബിൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ റാപ്പിഡ് ആയിട്ട് ഈ പറയുന്ന ഒരുപാട് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി എന്താണ്? കുത്തനെ കുറയുന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കുക, ഈ ഫിഗറിൽ മാർജിൻ യൂട്ടിലിറ്റി എന്താ? വളരെ ഫാസ്റ്റ് ആയിട്ട് കുത്തനെയാണ്. നമ്മൾ ആദ്യം കണ്ട ഗ്രാഫ് ഇവിടെ എന്താണ്? കുറച്ചുകൂടെ എന്താണ്? കുത്തനെയല്ല, കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻസിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാർജിൻ യൂട്ടിലിറ്റി കുത്തനെ കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കുത്തനെ കുറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന
20,000 21,500 കൂടുക, അതായത് 1,500 രൂപ കൂടുന്നതിനേക്കാളും 1,500 രൂപ കൂടിയതിലൂടെ കിട്ടുന്ന യൂട്ടിലിറ്റിനേക്കാളും അയാൾക്ക് പ്രാധാന്യമായിട്ട് അയാൾ കരുതുന്ന എന്തിനെയാണ്, ഇവിടുന്ന് 1000 രൂപ കുറയുന്നതാണ്. അതായത് എക്സ്പെക്ടഡ് ലോഡ്സ് ഇൻ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് ഗെയിൻ ഇൻ യൂട്ടിലിറ്റി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലും പലപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യത്തില്ല, ഗാംബ്ലിങ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫേവറബിൾ ബെറ്റ് ആണെങ്കിൽ പോലും ചില സമയത്ത് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഗെയിൻ ലാർജ് ആണെങ്കിൽ പോലും ഈ പറയുന്ന ചില സിറ്റുവേഷൻസിൽ ആളുകൾ ഗാംബ്ലിങ് റിജക്ട് ചെയ്യും. അപ്പൊ അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്, ദ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഓഫ് ഗാംബിൾ ബിക്കം നെഗറ്റീവ് ലീഡിംഗ് ടു റിസ്ക് അവേഴ്സ് ബിഹേവിയർ. അതായത് ഇവിടെ നോക്കുക, ദ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻ റാപ്പിഡ്ലി ആസ് ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഏതാണ് പൊട്ടൻഷ്യൽ ഗെയിൻ ലാർജ് ആണെങ്കിൽ പോലും ആളുകൾ എന്ത് ചെയ്യാത്തത്, അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പൊ ബർണോളി ഹൈപ്പോത്തിസിന്റെ മേജർ ഐഡിയ എന്ന് പറയുന്നത് എന്താ, ഇൻകം കൂടുന്നതനുസരിച്ച് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു ആളുകൾക്ക്. അപ്പൊ ഈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻ ചെയ്യുന്നത് കൊണ്ട് ഈ ആളുകൾക്ക് ഒരു 1000 രൂപ കിട്ടുന്നതോ 1000 രൂപ പോകുന്നതോ അല്ലെങ്കിൽ 1000 രൂപയുടെ ആ മോണിറ്ററി ടേംസിനെ ബേസ് ചെയ്തിട്ടല്ല അവർ ഡിസിഷൻ എടുക്കുന്നത്. ഇവർക്ക് നഷ്ടമാകുന്ന 1000 രൂപ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന 1000 രൂപയുടെ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. അപ്പൊ പലപ്പോഴും ഇത് സംഭവിക്കുന്നത് എന്താണ്, ഒരു ഫെയർ ഗെയിമില് ഇവര് എക്സ്പെക്ട് ചെയ്യുന്ന ആ അഡീഷണൽ 1000 രൂപയും കൊണ്ട് ഇവര് ഗെയിൻ ചെയ്യുക. എക്സ്പെക്ടഡ് ഗെയിൻ ഇൻ ദ യൂട്ടിലിറ്റി ഓൾവേസ് ലെസ് ദാൻ എക്സ്പെക്ടഡ് ലോസ് ഇൻ ദ യൂട്ടിലിറ്റി. 1000 രൂപയുടെ ആ എക്സ്പെക്ടഡ് ലോസ് ഇൻ യൂട്ടിലിറ്റി ആണ് ഇവര് പ്രാധാന്യമായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഫെയർ ഗെയിമിനെ ആളുകൾ കൺസിഡർ ചെയ്യാത്ത അല്ലെങ്കിൽ ഫെയർ ഗെയിമിനെ ആളുകൾ എന്ത് ചെയ്യുന്നത്, റെഫ്യൂസ് ചെയ്യുന്നത്. The analysis assume that the individual does not derive direct enjoyment from gambling itself. The decision is based on purely on utility gained or lost from money. Bernoulli's key contribution is that individuals evaluate risky decision based on expected utility rather than expected monetary value. അപ്പൊ ഇവിടുത്തെ പ്രാധാന്യം എന്താ, ആളുകള് ഈ പറയുന്ന ഗാംബ്ലിംഗ് സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിഷൻസിനെ, റിസ്കി ഡിസിഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തല്ല, അവിടെ കിട്ടാൻ പോകുന്ന മോണിറ്ററി ടേംസിനെ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ, എക്സ്പെക്ടഡ് മോണിറ്ററി വാല്യൂവിനെ അല്ല, ഈ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റിനെയാണ്, ഈ മണി കൊണ്ട് അവർക്ക് കിട്ടുന്ന എക്സ്പെക്ടഡ് യൂട്ടിലിറ്റിനെയാണ് കൺസിഡർ ചെയ്യുക. ദിസ് ഐഡിയ ബിക്കം ദ ഫൗണ്ടേഷൻ ഫോർ ദ മോഡേൺ തിയറീസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ, ഡിസിഷൻസിനെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഓഫ് മണീനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് മണീനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പം ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, രണ്ട് സിറ്റുവേഷൻ, ഒരു ഫേവറബിൾ ഗെയിമിന്റെ സിറ്റുവേഷനും അതുപോലെ തന്നെ ഒരു ഫെയർ ഗെയിമിന്റെ സിറ്റുവേഷനും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ ആണ് പറയുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്താണ്, നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, മോഡേൺ എക്കണോമിക്സിൽ എന്താണ്, ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തെന്ന അക്സെപ്റ്റഡ് അല്ല കാർഡിനൽ യൂട്ടിലിറ്റി. അപ്പൊ ബെർണോളി ഹൈപ്പോസിസിലെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ കാർഡിനൽ യൂട്ടിലിറ്റി മെഷർമെന്റ് ആണ്. ദെൻ ഇതിനെ ഓവർകം ചെയ്യാൻ എന്താ വന്നിരിക്കുന്നത്, ടു ഓവർകം ദിസ് പ്രോബ്ലം ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റീൻ ഡെവലപ്ഡ് എ ന്യൂ അപ്രോച്ച് കോൾഡ് ന്യൂമാൻ മോർഗൻസ്റ്റീൻ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി തിയറി. They introduced a utility index based on preferences over risky choice, which allow economists to analyze decision under risk without assuming cardinal measurement of utility. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ നെക്സ്റ്റ് തിയറി ഏതാണ്, ന്യൂമാൻ മോർഗൻസ്റ്റീൻ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മോഡല് അടുത്തത് നമ്മൾ കാണുക. അപ്പൊ ഇവിടുത്തെ മേജർ ബെർണോളി ഹൈപ്പോസിസിന്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കാർഡിനൽ യൂട്ടിലിറ്റി മെഷർമെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് എന്താണ്, സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ്. അവിടെ എന്താണ്, ആളുകൾക്ക് ഒരു ഫെയർ ഗെയിം വന്നാലും അവർ പലപ്പോഴും അതിനെ എന്ത് ചെയ്യാറില്ല, അക്സെപ്റ്റ് ചെയ്യാറില്ല. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇവര് ഒരു ഗാംബ്ലിങ്ങിലൂടെ അവർക്കുണ്ടാകുന്ന മോണിറ്ററി വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല ഡിസിഷൻ എടുക്കുന്നത്, അവർക്ക് കിട്ടുന്ന മണിയുടെ യൂട്ടിലിറ്റിയുടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഡിസിഷൻസ് എടുക്കുക. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിമിനിഷ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്റ്റഡ് ഗെയിൻ ഇൻ യൂട്ടിലിറ്റി ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ലോസ് ഇൻ ദ യൂട്ടിലിറ്റി. അതുകൊണ്ടാണ് ഫെയർ ഗെയിംസിനെ അവര് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കുറച്ച് കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തറിഞ്ഞാൽ മതി, ഇത് അത്രയും പക്കായായിട്ട് നിങ്ങൾ ഇത്
ഒരുപാട് എന്ത് ചെയ്യണ്ട, ഒരുപാട് ബുദ്ധിമുട്ടാക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ്, എന്താണ് ഫെയർ ഗെയിം, ബെർണോളിക്ക് ഹൈപ്പോത്തസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവിടെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഇൻകം കൂടുന്നതനുസരിച്ച് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഒരാളുകൾക്ക് അയാളുടെ 20,000 രൂപയിൽ നിന്ന് 21,000 രൂപയിലേക്ക് ആകുമ്പോൾ ഉണ്ടായിരുന്ന 1,000 രൂപ അഡീഷണലി കിട്ടുന്ന 1,000 രൂപയുടെ യൂട്ടിലിറ്റിനേക്കാളും അയാൾ വാല്യൂ ചെയ്യുന്നത് 20,000 നിന്ന് 19,000 രൂപയായിട്ട് 1,000 രൂപ കുറയുമ്പോൾ അയാൾക്ക് ലോസ് ആകുന്ന ആ യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് ഫെയർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറിയിൽ, ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ബാക്കിയുള്ള പോർഷൻസ് മറ്റൊരു തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒരുപാട് ടെൻഷൻസ് വേണ്ട, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.